അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇങ്ങനെയാണ്: 100 രൂപയ്ക്ക് 6 മാസത്തെ പലിശ 7 രൂപ ആയാൽ പലിശ നിരക്ക് എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പലിശ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്, എത്ര രൂപയാണ്? 100 രൂപ. അപ്പം പി എന്ന് പറയുന്നത് എത്രയാണ്? 100 രൂപയാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 100 രൂപയാണ്. എത്ര മാസത്തേക്ക്? 6 മാസം. 6 മാസം, അതായത് നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്മൾ വർഷത്തിലല്ലേ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം എന്ന് പറയുന്നത് 6 മാസം എന്ന് പറയുമ്പോൾ എത്ര വർഷമാണ്? 6/12, അതായത് 1/2 വർഷമാണ്, അപ്പം അര വർഷമാണ് 6 മാസം എന്ന് പറയുന്നത്. അപ്പം എന്ന് പറയുന്നത് എത്ര കിട്ടി? അര വർഷം എന്ന് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് പലിശയാണ്. പലിശ എത്രയാണ്? ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് ഓൾറെഡി. എത്രയാണ്? 7 രൂപ. ഓക്കെ ആണല്ലോ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 6, അല്ലെങ്കിൽ പലിശ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. 6 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ബൈ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഇവിടുത്തെ എമൗണ്ട് എത്രയാണോ അത് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ ആണല്ലോ. ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ വന്നത്? നമുക്കറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? PNR/100. അപ്പം ഇതിനകത്തുനിന്ന് 6 കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? ഈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കൂടെ ഈ 100 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് രണ്ടും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കും ആയതുകൊണ്ട് ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് കൊണ്ടുവന്ന് ഇവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചു. ഓക്കെ ആണല്ലോ. ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇവിടെ നമുക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ട് 7 ഇൻറ്റു 100 ബൈ എമൗണ്ട് എത്രയാ? 100 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സോ 1/2. ഓക്കെ ആണല്ലോ. അര വർഷം. ഇനി നമുക്കിത് ചെറുതാക്കാം. 2 ഇൻറ്റു 50 ആണ് 100 എന്ന് പറയുന്നത്. അപ്പം 50. ഇനി ഇത് നമ്മൾ ചെയ്യാം. 700/50 എന്ന് കിട്ടി. ഓക്കെ ആണേ. ഇനി ഇതിനെ നമുക്ക് വെട്ടിക്കളയാം. ഇനി ചെറുതാക്കാം. 70/5. 70/5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 14%. 14 ഇൻറ്റു 5 അല്ലേ 70. അപ്പോൾ 14% എന്ന് കിട്ടും. ഓക്കെ ആണേ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 14% എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ പലിശ നിരക്ക്. ആൻസർ 14%.